ഹായ് ഹലോ, ഇന്നൊരു ചെറിയ കേക്ക് വ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 2 ടയർ കേക്കും ഒരു സ്ക്വയർ കേക്കും ഓർഡറുള്ള ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ കേക്കിൻ്റെ ഐസിങ്ങും ഫൈനൽ കോട്ടിങ്ങും അതുപോലെ സ്റ്റാക്കിങ്ങും തലേദിവസം രാത്രി ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഡെക്കറേഷൻസ് മാത്രമേ അതിൽ വെച്ച് കൊടുക്കാനുള്ളൂ കേട്ടോ. അത് ഫോണ്ടൻ ഡെക്കറേഷൻസ് ആയതുകൊണ്ടാണ് തലേദിവസം ചെയ്യാനത്. അല്ലാന്നുണ്ടെങ്കിൽ അതും വെച്ച് കൊടുക്കായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ നേരത്തെ ഡെലിവറി ചെയ്യാനുള്ളതാണ്. പിന്നെ സ്കൂളൊക്കെ ഉള്ള ദിവസം ആയതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കായിരിക്കും രാവിലെ. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ഐസിങ് ചെയ്യലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തലേദിവസം തന്നെ എല്ലാ ജോലിയും ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫോണ്ടൻ ഡെക്കറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബോൾസ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കൊക്കോമെലൺ തീമിലും ഒരു കേക്ക്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡെക്കറേഷൻസാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് 2 kg വന്നിട്ടുള്ള ടയർ കേക്കാണ്. അപ്പോൾ ഇതിന് ഫ്ലേവർ വന്നിട്ടുള്ളത് വൈറ്റ് ഫോറസ്റ്റ് ആണ്. പിന്നെ ഇതിൽ കുറച്ച് ബോൾസാണ് വരുന്നത് കേട്ടോ. മിക്സ്ഡ് കളറിലാണ് വരുന്നത്. പീച്ച് കളറും സിൽവർ കളറും വൈറ്റ് കളറിലുമാണ് വന്നിട്ടുള്ളത്. ഈ ഒരു കേക്കിൻ്റെ മോഡൽ കസ്റ്റമർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതൊരു ബ്ലൂ ഷെയ്ഡായിരുന്നു. അതിന് കളർ ചേഞ്ച് ആക്കി കൊടുക്കാൻ പറഞ്ഞു. പിന്നെ മുകളിലായിട്ട് ഐസോമാൾട്ടിൻ്റെ ഡെക്കറേഷനാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് വർക്ക് വരുന്ന സമയത്ത് സാധനം നമ്മളെടുത്ത് കയ്യിൽ സ്റ്റോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് അവിടെ കൂടുതൽ ബോൾസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എന്നുള്ളത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1ൻ്റെ ടോപ്പർ എടുത്തിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റിക്ക് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഇതുപോലെ ടോപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ടോപ്പർ ജസ്റ്റ് സൈഡിലായിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഈ ഒരു കേക്കിൻ്റെ കളറിൽ മിക്സ്ഡ് ആയിട്ട് തന്നെ ബോൾസ് വന്നിട്ടുള്ളത്. പിന്നെ ഇത്രയാണ് കേട്ടോ ഇതിൻ്റെ സിമ്പിൾ ഡെക്കറേഷനാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിൽ ബർത്ത്ഡേൻ്റെ സ്റ്റിക്ക് വെച്ച് നോക്കും. ബോറാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കും, അല്ലാന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാമെന്നാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ലാസ്റ്റ് വെച്ച് കൊടുത്തിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം കസ്റ്റമറിന് ഫോട്ടോ വിട്ട് കൊടുക്കും. അപ്പോൾ അവർ ഫോട്ടോ ജസ്റ്റ് അയച്ചു തരാൻ പറഞ്ഞു. അയച്ചു തന്നിട്ട് അവർ ഓക്കെ ആണെങ്കിൽ ടോപ്പർ വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് വെച്ചിട്ട് ഫോട്ടോ വിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഫോണ്ടൻ ഡെക്കറേഷൻസൊക്കെ തലേ ദിവസം ചെയ്തതുകൊണ്ട് ഡ്രൈ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചൊരു സമാധാനമുണ്ട്. ഈ മഴക്കാലത്തൊക്കെ ഫോണ്ടൻ ഡെക്കറേഷൻസ് ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. മെൽറ്റ് ആവുന്ന ചെറിയ പ്രോബ്ലം ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ കഴിയുന്നത് നേരത്തെ തന്നെ നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് നല്ലത്. പെട്ടെന്ന് ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടോപ്പർ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ടോപ്പർ വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ലൈറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട്. പുറത്ത് നല്ല ഇരുട്ട് ആയിട്ടാണ് മഴൻ്റെ കാറൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് ലൈറ്റ് കുറച്ച് കുറവാണ് കേട്ടോ. അപ്പോൾ ഉള്ള ലൈറ്റിൽ വെച്ചിട്ടാണ് ഫോട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ അന്നത്തെ ദിവസം വർക്കുള്ള 3 കേക്കും 3 ഏരിയയിലേക്കാണ് ഡെലിവറി ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ ഡെലിവറി സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ ഈ ചെയ്ത കേക്കിന് ഒരു ഏകദേശം 8 മണിക്കാണ് കേട്ടോ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണത്. അത് കൊണ്ടുപോയി ഡെലിവറി ചെയ്ത് വന്നതിന് ശേഷം അടുത്ത കേക്ക് കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ 3 റൂട്ടാകുമ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബോക്സ് എല്ലാം ബൾക്കായിട്ടാണ് വാങ്ങിക്കാറുള്ളത്. കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ വൈറ്റ് ബോക്സ് എവിടുന്നാണ് കിട്ടണമെന്നുള്ളത്. അത് നമ്മൾ ഒന്നിച്ചിട്ട് ഇറക്കണം കേട്ടോ. പിന്നെ സാധാ ബോക്സിനേക്കാളും റേറ്റ് കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ ഇറക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നഷ്ടമായിരിക്കും. ഇറക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഇറക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എന്തെങ്കിലും റേറ്റ് കുറഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ ഒരു ബോക്സിന് തന്നെ 20 രൂപ റേറ്റ് വരുന്നത് കേട്ടോ. അങ്ങനെ അത് പാക്ക് ചെയ്തിട്ട് ഡെലിവറിക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് സ്കൂളുള്ള ദിവസമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ള ഫുഡ് ആക്കണം. അതുപോലെ തന്നെ അവർക്ക് പോകുമ്പോൾ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഓരോന്നായിട്ട് ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട്. ആ ഒരു കേക്ക് കൊണ്ടുപോയിട്ടുള്ള തിരിച്ച് വരുന്ന ആ ഒരു ഗ്യാപ്പിലായിട്ട് നമുക്ക് കുക്കിംഗ് കഴിയണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഗ്യാസിൽ ഓരോന്നായിട്ട് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുക്കിംഗ് ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ മൂത്ത മോന് വന്നിട്ടുണ്ടായിരുന്നു. അവന് മദ്രസ വിട്ട് വന്നിട്ട് സ്കൂളിലേക്ക് പോകാനുള്ള സമയമാണ്. അപ്പോൾ നമുക്കൊരു ഹാഫ് അവറേ കിട്ടുള്ളൂ. മദ്രസയിൽ നിന്ന് വന്നിട്ട് സ്കൂളിലേക്ക് പോകണ ആ ഒരു ഗ്യാപ്പ് അതിൽ ഫുഡ് കഴിക്കലും അതുപോലെ തന്നെ ടൈം ടേബിൾ നോക്കുക കാര്യങ്ങളൊക്കെ ആയിട്ട് അവൻ്റെ സമയം അങ്ങനെ കഴിയും. ആ ഒരു സമയത്ത് അവൻ്റെ ഫുഡ് ലഞ്ച് ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവന് പോവുകയാണ് കേട്ടോ. പിന്നെ ചെറിയ ആൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് മദ്രസയിൽ നിന്ന് വരിക. അപ്പോൾ ആ ഒരു സമയത്ത് അവൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം. അപ്പോൾ ഓരോരുത്തർക്ക് ചെറിയ ആൾക്ക് എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിന് എന്താണോ അതാണ് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ഇഷ്ടം കേട്ടോ. മൂത്ത ആൾക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ എപ്പോഴും പറയും വലിയ കുട്ടികളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെതല്ല അവർക്ക് ചോറ് തന്നെ കൊണ്ടുപോകണം എന്നാണ് പറയാറുള്ളത് കേട്ടോ. അപ്പോൾ എങ്ങനെയെങ്കിലും കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്
അങ്ങനെ പിന്നെ അതെല്ലാം റെഡിയാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം ഇപ്പോൾ രണ്ടാമത്തെ കേക്ക് എടുത്തിട്ടുണ്ട്. അതിൽ സ്റ്റാക്കിംഗ് എല്ലാം തലേദിവസം ചെയ്തുകൊണ്ട് പിന്നെ ഫോണ്ടൻ്റ് മെൽറ്റ് ആവുന്ന വിഷയവും കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ടാവും കേക്ക്. പിന്നെ സെറ്റ് ആവാത്ത കേക്കിൽ നമ്മൾ ഈ മഴക്കാലത്ത് ഫോണ്ടൻ്റ് കൂടി വെച്ച് കൊടുക്കുമ്പോൾ എന്തായാലും അത് ഒലിച്ചിറങ്ങും. അപ്പോൾ കഴിയുന്നതും തലേദിവസം തന്നെ സെറ്റാക്കി എടുക്കുക കേക്കിനെ. ഇനിയിപ്പോൾ ഓരോ ഡെക്കറേഷൻസ് ആയിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ താഴെയുള്ള കൊക്കോമലുണ്ട്, അത് എഡിബിളല്ല, ഫോട്ടോ പ്രിൻ്റ് ആണ്, എഡിബിൾ അല്ല കേട്ടോ. പിന്നെ മുകളിലായിട്ട് റെയിൻബോ ഫോണ്ടൻ്റിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി ഓരോ ക്ലൗഡ് കാര്യങ്ങളെല്ലാം വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു കേക്ക് രണ്ടും വന്നിട്ടുള്ള 8 ഇഞ്ചിലും 5 ഇഞ്ചിലുമാണ് കേക്ക് ചെയ്തിട്ടുള്ളത്. താഴെ ഭാഗത്ത് 8 ഇഞ്ച്, മുകളിലായിട്ട് 5 ഇഞ്ച്. പിന്നെ രണ്ടിൻ്റെ വെയിറ്റ് വന്നിട്ടുള്ളത് 2 kg തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫോട്ടോ പ്രിൻ്റ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കസ്റ്റമർ വിട്ട് തന്നിട്ടുള്ള സെയിം മോഡൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ 2 ഫോട്ടോസ് കുറവായിരുന്നു. ഞാൻ കുറച്ചുകൂടി ആ ഒരു ടോപ്പ് ഭാഗം ഫില്ലാകാൻ വേണ്ടിയിട്ട് ഫോട്ടോസ് കയ്യിലുള്ളത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗം ഫില്ലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേക്കിൽ വെച്ചിട്ടുള്ള ഫോട്ടോ പ്രിൻ്റ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കഴിയുന്നതും ആ ഒരു ഷീറ്റൊക്കെ ഒന്നിച്ച് വാങ്ങിച്ചേക്കുക. അപ്പോൾ എന്താ പറയുക, പെട്ടെന്ന് വന്നിട്ട് സ്റ്റുഡിയോയിൽ നിന്നൊക്കെ ചെയ്യിക്കുമ്പോൾ നമുക്ക് റേറ്റ് കുറച്ചുകൂടി കൂടുതൽ വരും. അന്നേരം ഇങ്ങനത്തെ ഷീറ്റ് A3 ഷീറ്റിൻ്റെ സൈസിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതൊക്കെ വാങ്ങിക്കുകയെന്നുണ്ടെങ്കിൽ കുറേ പിക്ചേഴ്സ് നമുക്കതിൽ പ്രിൻ്റ് ചെയ്തിട്ട് തന്നെ വെക്കാൻ കഴിയും കേട്ടോ. അതിപ്പോൾ കുറേ കേക്ക് ഷോപ്പിലൊക്കെ ഇതുപോലത്തെ പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഷീറ്റൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്, പല ക്യാരക്ടേഴ്സും മിക്സ്ഡ് ആയിട്ടുള്ളതൊക്കെ കേട്ടോ. ഇനി ഇതിനിടയ്ക്ക് തന്നെ ആയിട്ട് ഷെൽ നോസിൽ വെച്ചിട്ടുള്ള കുറച്ച് ഡെക്കറേഷൻസ്, അതായത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് മിക്സ്ഡ് കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഇനി കുറച്ച് ബീഡ്സ് കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ കംപ്ലീറ്റ് ആവും. പിന്നെ നെയിം കൂടി കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നെയിം കൊടുക്കുന്നതിൻ്റെ മുന്നായിട്ട് നമുക്കിപ്പോൾ ബേസിൽ ആണ് ഗ്യാപ്പ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കേക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 8 ഇഞ്ച് കേക്കൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാപ്പ് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഗ്യാപ്പ് കുറഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നെയിം കൊടുക്കാൻ കഴിയില്ല, പിന്നെ ടോപ്പിൽ കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ കഴിയുന്നതും നമ്മൾ ഐസിങ് ചെയ്യുന്ന സമയത്ത് തന്നെ പ്ലാൻ ചെയ്യുക എവിടെയാണ് നെയിം കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ പിന്നെ താഴെ ഭാഗത്ത് ബേസിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ബാക്കിലേക്കായിട്ട് കേക്ക് വെച്ചിട്ട് ഐസിങ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ കുറച്ച് ഗ്യാപ്പ് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എന്താ പറയുക, ബേസുമ്മലും കേക്കിൽ ഇങ്ങനെ ടച്ച് ആക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, ബോക്സിലൊക്കെ തട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആ ഒരു സമയം ആയപ്പോഴേക്കും അതിൻ്റെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചെറിയ ആളും മദ്രസയിൽ നിന്ന് വന്നിട്ടുണ്ട്. പിന്നെ അവന് ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അവന് വന്നു കഴിഞ്ഞാൽ അവന് ചെറുതായിട്ടൊന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഫുള്ള് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അവൻ തന്നെ ഒരുവിധമൊക്കെ ചെയ്യും. ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ അവൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യും കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ചിലപ്പോൾ മടി കാണിച്ചിട്ട് അങ്ങനെ എണീറ്റ് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇപ്പോൾ അവൻ ഫുഡ് കഴിക്കലും മാറ്റിലൊക്കെ കഴിയണതിൻ്റെ ഇടയിൽ അടുത്ത സ്ക്വയർ കേക്ക് എടുത്തിട്ടുണ്ട്. ഇത് 3 kg ബട്ടർ സ്കോച്ചാണ് വന്നിട്ടുള്ളത്. ഈ ഒരു കേക്ക് കൂടി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഡെലിവറിൻ്റെ സമയത്ത് പാക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഡെലിവറിയും തന്നെ 10 മണിയാകുമ്പോഴത്തേക്ക് കഴിയണം കേട്ടോ. ഈ സ്ക്വയർ കേക്ക് സ്കൂളിലേക്കുള്ളതാണ്, 10 മണിക്ക് എത്തിക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഓരോ കേക്കുകളായിട്ട് ചെയ്യുന്നത്. ടൈമിങ് നമുക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ചില കസ്റ്റമേഴ്സിന് വലിയ കുഴപ്പമുണ്ടാവില്ല, ചിലർക്ക് ഭയങ്കരമായിരിക്കും ടൈമിങ്. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ലേറ്റ് ആയാൽ തന്നെ വിളിച്ച് ചീത്ത പറയുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കസ്റ്റമേഴ്സൊക്കെ ആകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അവരോട് ചിലപ്പോൾ ട്രാഫിക് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിടാറുള്ളത്. കാരണം നമുക്കറിയില്ല നമ്മൾ പോണ ലൊക്കേഷൻ എങ്ങനെയാണെന്നുള്ളത് ചിലപ്പോൾ അറിയില്ല. റഷായിട്ടുള്ള റോഡായിരിക്കും, ചിലപ്പോൾ ലൊക്കേഷൻ കറക്റ്റ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ഡെലിവറി ചെയ്യുമ്പോൾ കറക്റ്റ് ഷാർപ്പ് ടൈം അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അതിൻ്റെ മുന്നേ നമ്മൾ കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുക. അതുപോലെ കസ്റ്റമേഴ്സിനോട് ഒരു 10 മിനിറ്റ് ലേറ്റ് ആവും എന്നുള്ളതും അഡ്വാൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞിടണം കേട്ടോ. എനിക്കൊക്കെ ഒരുപാട് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഷാർപ്പ് ടൈം പറയും, നമ്മൾ എത്ര തന്നെ നേരത്തെ ഇറങ്ങിയാലും ആ ഒരു ഡെലിവറി ചിലപ്പോൾ ഡിലേ ആവാൻ ചാൻസ് ഉണ്ട്, ഈ ഒരു ട്രാഫിക് കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടാ. അപ്പോൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്തിട്ടും കസ്റ്റമേഴ്സിനോട് പറയാം. അപ്പോൾ ഓരോ കേക്കും എടുത്ത് ഫോട്ടോ എടുത്തിട്ട് പാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു കേക്ക് എൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ലൈറ്റിൻ്റെ നല്ല പ്രോബ്ലം ഉണ്ട്, കുറച്ചൊരു ഇരുട്ടായിട്ടാണ് നിൽക്കണല്ലേ.
അപ്പോൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് പാക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ആ ഒരു സമയത്ത് ഡെലിവറി ചെയ്യുക കേട്ടോ. അപ്പോൾ 2 കേക്കും കൊണ്ടുപോയി ആ ഒരു ടൈം ആയപ്പോൾ. പിന്നെ മോനെ കൊണ്ടുപോകൽ സാധാരണ ഹസ്ബൻഡാണ് സ്കൂളിലേക്ക് ആക്കി കൊടുക്കാറുള്ളത്. അപ്പോൾ കേക്കിട്ട് പോണ കാരണം ഡെലിവറി ആ ഒരു സമയത്തായതുകൊണ്ട് എന്നോട് കൊണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാനിതാ മോനെ കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പം മോൻ്റെ സ്കൂൾ അടുത്ത് തന്നെയാണ്, വീട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂൾ കാണാം. അതുകൊണ്ട് നമുക്കിപ്പോൾ കൊണ്ടാക്കി കൊണ്ടുവരൽ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യണം കേട്ടോ, വണ്ടിയിലൊന്നും ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനെ ഇപ്പോൾ അവനെ കൊണ്ടാക്കി റിട്ടേൺ വന്നു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ചെറിയൊരു വ്ളോഗാണ്. ഡെക്കറേഷനൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യട്ടോ. അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്